ലോകേഷ് 35 വയസ്സ് പ്രായം. ഇദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് ശില്പങ്ങൾ ഉണ്ടാക്കലായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അമ്പലങ്ങളിൽ ശില്പം ഉണ്ടാക്കാൻ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അമ്പലത്തിൽ ശില്പം ഉണ്ടാക്കാൻ പോകുന്നതിനിടയിൽ തന്നെ നന്ദിനി എന്ന് പറയുന്ന 32കാരി ഈ ലോകേഷിനെ കാണുകയാണ്. ലോകേഷിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും പിന്നീട് ഇവന് അമ്പലത്തിൽ ഈ ശില്പം ഉണ്ടാക്കുന്ന ടൈമുകളിൽ ഇവ പോവാനും തുടങ്ങുകയാണ്. ദൈവഭക്തി ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരും സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ ഇഷ്ടം ലോകേഷിനോട് ഇവൾ തുറന്നു പറയുകയാണ്. തുറന്നു പറഞ്ഞ ഉടനെ തന്നെ ഇവനിക്കും ഇവളെ ഇഷ്ടമാകുന്നുണ്ട്. അതിനുശേഷം അമ്പലത്തിന്റെ പുറത്ത് വെച്ചിട്ടും ഇവർ രണ്ടുപേരും കാണാൻ തുടങ്ങുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരുടെയും ബന്ധം നന്ദിനിയുടെ അച്ഛനിക്ക് തിരികെയാണ്. അച്ഛനിക്ക് തിരിഞ്ഞത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിടാതെ അവളെ പിടിച്ചു വെക്കുകയാണ്. ഈ കാര്യം എങ്ങനെയോ ലോകേഷിന് മനസ്സിലായ ഉടനെ തന്നെ ഇവൻ നേരെ പോയിട്ട് ഇവളെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുഴുവൻ പോയി പറയുകയാണ്. അപ്പോൾ ഇവളെ അച്ഛൻ ഇവനോട് ചോദിക്കുകയാണ്, ഞാൻ ഇവളെ നല്ല രീതിയിൽ നോക്കണമെന്നൊന്നും പറയുന്നില്ല, ഇവളെ പട്ടിണിക്കൊന്നും ഇടാതെ വൃത്തിക്ക് നിനക്ക് നോക്കാൻ പറ്റുമോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ ഇവനൊരു കാര്യം പറഞ്ഞു, എനിക്ക് ശില്പം ഉണ്ടാക്കുന്ന പണിയാണ്, ഞങ്ങളെ പരമ്പരാഗതമായി ശില്പം ഉണ്ടാക്കുന്ന ഒരു കുടുംബമാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ധാരാളം അമ്പലങ്ങളിലും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലും എനിക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ധാരാളം ഓർഡറുകൾ ലഭിക്കാറുണ്ട്. അതുമാത്രമല്ല ഞാൻ അവിടെ പോയി ശില്പങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് എന്ന് പറയുകയാണ്. എനിക്ക് നിരന്തരം പണി ഉണ്ടാവാറുണ്ട് എന്ന് പറയുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ കോടീശ്വരനായ ഇവളുടെ അച്ഛൻ നേരെ ഇവളെ കെട്ടിച്ചു കൊടുക്കുകയാണ്. കെട്ടിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇവർ രണ്ടുപേരും നാട്ടിലോട്ട് പോയി. പിന്നീട് ഇവർ രണ്ടുപേരും ധാരാളം വർഷങ്ങൾ ജീവിക്കുന്നതിനിടയിൽ തന്നെ ഇവർക്ക് 2 കുട്ടികളും ഉണ്ടാകുകയാണ്. 12 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2023 സെപ്റ്റംബർ 21 ചില പ്രശ്നങ്ങൾ കാരണം അവൻ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും വാടകയ്ക്ക് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ദൂരെ ഒരു നാട്ടിൽ വേറെ സ്ഥലത്ത് പോവുകയാണ്. വേറെ സ്ഥലത്ത് പോയതിന് ശേഷം 2023 ഒക്ടോബർ 2 ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീ അലർന്ന ഒച്ച കേൾക്കുകയാണ് അവിടെയുള്ള നാട്ടുകാർ. പുതിയതായ ആൾക്കാർ വന്ന് വീടെടുത്തത് കൊണ്ട് തന്നെ ആരും ആ വീട്ടിൻ്റെ ഉള്ളിലോട്ട് ഓടിക്കേറി പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നോക്കുന്ന ടൈമിലായിരുന്നു കാണാൻ കഴിഞ്ഞത് നന്ദിനി വീടിൻ്റെ വാതിലും തുറന്ന് ചോരയിൽ കുളിച്ചിട്ട് അലറിയിട്ട് വരികയാണ്. ഇവളെ ശരീരത്തിൽ മുഴുവൻ കത്തി വെച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുന്ന ടൈമിനാണ് ഇവയ്ക്ക് കാണാൻ കഴിഞ്ഞത് ഇവൻ നേരെ, അതായത് ഇവളെ ഭർത്താവായ ലോകേഷ് നേരെ കത്തി എടുത്തിട്ട്, അതും കത്തിയിൽ മുഴുവൻ ചോരയുണ്ട്, ഇവളെ കുത്താൻ വേണ്ടി വരികയാണ്. ഇവന് ധാരാളം ആൾക്കാർക്ക് ചേർന്നിട്ട് ഇവനെ പിടിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് ആംബുലൻസിന് കോൾ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തട്ടി മാറ്റിയിട്ട് ഇവളെ കുത്തി കൊലപാതകം ചെയ്യുകയാണ്. പിന്നീട് ആംബുലൻസിന് ഇവളെ നേരെ കൊണ്ടുപോയപ്പോൾ ഇവൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഇവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ നേരെ വന്ന് ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോയതിന് ശേഷം ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഇവൻ പറയുകയാണ്, ഞാൻ ഇവളെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കാണുന്നത്, ഇവൾ എന്നോട് വന്ന് പറഞ്ഞു, അതിനുശേഷം ഞാനും തിരിച്ചു പറയുകയാണ്. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് 12 വർഷത്തോളം ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു. അതിനിടയിൽ ഞങ്ങൾക്ക് 2 കുട്ടികളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇതിനിടയിൽ തന്നെ ഇവൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിന് ഈ കുട്ടികൾക്ക് ഡ്രസ്സ് തേച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണം, അതുപോലെ തന്നെ ഡ്രസ്സ് തിരുമ്പുക, ഈ കാര്യങ്ങളൊന്നും ഇവൾ ചെയ്യില്ല. എൻ്റെ അമ്മയാണ് വീട്ടിൽ നിന്ന് ചെയ്യാറ്. ഇവൾ മുഴുവൻ ഫോണിൽ അഡിക്ഷനാണ്. ഇവൾ ഭക്ഷണത്തിന് നേരമാകുമ്പോൾ ഭക്ഷണം വന്ന് കഴിച്ചിട്ട് പോവാറാണ് പതിവ് എന്ന് പറയുകയാണ്. ഇത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ധാരാളം ടൈം ശാസിക്കുകയാണ്, മൊബൈലിൽ ഇങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനത്തെ രീതിയിൽ ശാസിക്കുകയാണ്. എന്നോടുള്ള ജീവിതം ഇവർക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ നല്ല രസമുള്ള ചെറുപ്പക്കാരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അവരുമായി ചാറ്റ് ചെയ്യലായിരുന്നു ഇവളെ പണി. അതുമാത്രമല്ല, ഒരു ദിവസം ഞാൻ ഇങ്ങനെ എണീച്ച് നിൽക്കുന്ന ടൈമിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പല ആണുങ്ങളോടെയും ഇവളെ രാത്രി ഇറങ്ങിപ്പോകും. അതിനുശേഷം ഞങ്ങൾ ഉണരുന്നതിനും കാട്ടി മുമ്പേ തന്നെ വീട്ടിലോട്ട് വരും. ഒരു ദിവസം ഇവളെ വീട്ടിൽ നിന്ന് കാണാതായി. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. ഇവളെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷിച്ച് പോകുന്ന ടൈമിലാണ് പോലീസുകാർക്ക് ഒരു കാര്യം തിന്നത്, ലോഡ്ജിൽ ഒരാൾ മാറ്റി ഇവളുണ്ട് എന്ന്. ഇവൻ നേരെ ഭർത്താവിനോട് കാര്യങ്ങൾ പോലീസുകാർ പറയുകയാണ്. അതിനുശേഷം ഇവളെ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവനെയും അതുപോലെ തന്നെ ഇവളെയും പോലീസുകാർ നല്ല രീതിയിൽ ശാസിച്ചതിന് ശേഷം വിട്ടയച്ചു. അതുമാത്രമല്ല, വീട്ടിലെത്തിയപ്പോൾ ലോകേഷും ഇവനെ ശാസിക്കുകയാണ്. ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല, ഇവളെ അത്രക്കും ഇഷ്ടമായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നാട്ടുകാരും അവിടെ നിന്ന് ചില രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. രാത്രി ഇവളെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ശാസിച്ചത് കൊണ്ട് തന്നെ കുറച്ചു കാലം ഇവള് ഓൺലൈനിലോട്ടൊന്നും പോവാതെ മൊബൈൽ പോലും യൂസ് ചെയ്യാതെ നിൽക്കുന്ന ടൈമിന് ഇവൾ മാറി എന്നായിരുന്നു ഇവൻ ഫുള്ള് വിചാരിച്ചത്. അങ്ങനെ നിൽക്കുന്ന ടൈമിന് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ പരിസരത്തെല്ലാം കുറച്ച് ചെറുപ്പക്കാർ വരാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇവളെ മനസ്സിലൊരു കാര്യം ചിന്തിച്ചു, എന്തിനാണ് എൻ്റെ ജീവിതം ഞാൻ നിർത്തേണ്ട ആവശ്യം. അതാണ് പിന്നീട് ഇവൾ മൊബൈൽ എടുത്തിട്ട് പിന്നീട് ചാറ്റ് ചെയ്യുന്ന ടൈമിന് ഈ ഹസ്ബൻഡ് കണ്ടതിന് ശേഷം മൊബൈൽ ഫുള്ള് ചെക്ക് ചെയ്യുന്ന ടൈമിന് ഇവയ്ക്ക് കാണാൻ കഴിഞ്ഞത് ധാരാളം ചെറുപ്പക്കാരുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഇവളെ ശാസിച്ച ടൈമിൽ ഇവൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതമാണ്, എനിക്ക് എങ്ങനെ ജീവിക്കാൻ അറിയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നായിരുന്നു
പറഞ്ഞത് എന്ന് പോലീസുകാരോട് പറയുകയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് നാട്ടുകാർക്ക് അറിയുന്നത് കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് നാട്ടുകാർക്ക് അറിഞ്ഞത് കൊണ്ടും അവിടെ നിന്ന് ഞാൻ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. വേറെ സ്ഥലത്തോട്ട് പോയതിന് ശേഷം ഞാൻ അവിടെ ജീവിക്കാം എന്ന രീതിയിലായിരുന്നു പോയത്. ഇവൾ മുഴുവൻ അവിടെ നിന്ന് കണക്ഷനും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് മാറുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒക്ടോബർ 2 വീട്ടിലോട്ട് കയറി വരികയാണ്. വീട്ടിലോട്ട് കയറി വന്ന ടൈമിന് ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. 10 മണിയായ ടൈമിന് ഇവൾ ഒരാളെ ഫോൺ കോൾ ചെയ്തിട്ട് പറയുകയാണ്, നീ വീട്ടിലോട്ട് എപ്പോഴാണ് വരിക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇവൾ ഒരിക്കലും മാറിയില്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവളെ കത്തിയെടുത്ത് കൊത്തി കൊലപാതകം ചെയ്തത് എന്ന് പറയുന്നത്. ഈ പോലീസുകാർ ഈ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ നേരെ പോയിട്ട് ഇവളെ ഫോണും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ടൈമിനായിരുന്നു പോലീസുകാർക്ക് തന്നെ തിരിഞ്ഞത് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമായിരുന്നു എന്ന്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രോ.